വണക്കം. തിരുവനന്തപുരം നഗരത്തിൽ മേയർ വി രാജേഷിൻ്റെ തേരോട്ടമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കടസു എത്തിയിട്ടുണ്ട്. കടകംപള്ളി സുര വന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ മേയർ മുന്നോട്ട് പോയാൽ ശരിയാവില്ല, ഇതെന്തോന്നാണ് ഗുണ്ടായിസമോ? അതായത് കടകംപള്ളി സുരേന്ദ്രൻ്റെ വാക്കിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ മുഖവിലേക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം, അത് നമുക്ക് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് മുമ്പോട്ട് പൊക്കൂടെ എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. എന്തു തന്നെയായിരുന്നാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ അനധികൃതമായി കെട്ടിപ്പൊക്കി ഉദ്ഘാടനവും നിശ്ചയിച്ചിരുന്ന ഒരു പ്രമുഖ ഹോട്ടൽ സംസമിയ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ, ആ ഹോട്ടൽ ഒരു മന്തിക്കടയാണ്. ആ മന്തിക്കട കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് മേയർ എത്തി അതങ്ങ് പൂട്ടിച്ചു. അത് വലിയൊരു ഷോക്കായിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഹോട്ടൽ അത് നിർമ്മാണം കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം ഫിക്സ് ചെയ്യുന്ന വേളയിലാണ് കഴിഞ്ഞ ദിവസം മേയർ സംഘവും സ്ഥലത്തെത്തിയിട്ട് അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതായത് ലൈസൻസ് പോലുമില്ലാതെയാണ് ഉമ്മൽ ഉദ്ഘാടനം ഫിക്സ് ചെയ്തത് എന്നുള്ളതാണ് നമ്പർ 1 പോയിന്റ് എന്ന് പറയുന്നത്. 11-ാം തീയതി കോർപ്പറേഷനായിരുന്നു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നു. പക്ഷേ മന്ത്രിക്കാർ മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമല്ല, മേയർ എന്ത് ചെയ്തു? ആ മുന്നോട്ട് പോയ മന്ത്രിക്കാരെ കൂച്ചുവലം പിടിച്ച് പിറകിലോട്ട് നിർത്തിയിട്ട് അതങ്ങ് പൂട്ടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായിരുന്നാലും മേയർ അത് മാത്രമല്ല ചെയ്തത്, തിരുവനന്തപുരം നഗരത്തിൽ അനധികൃതമായിട്ട് പണിയുന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. നമ്മുടെ തിരുവനന്തപുരം നഗരം നിങ്ങൾ വന്നവർക്കറിയാം. ഈ തിരുവനന്തപുരം നഗരത്തിലുള്ളവരോടും കൂടിയാണ് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ അനധികൃതമായിട്ടുള്ള ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഫ്രസ്ട്രേഷനാണ് ഈ തിരുവനന്തപുരം നഗരത്തിന് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഇതുമൂലം ഉണ്ടാകുന്ന ട്രാഫിക് ജാമുകൾ, തിരുവനന്തപുരം നഗരത്തിലെ റോഡ് കയ്യേറ്റങ്ങൾ, എന്തിനു പറയുന്നു, പ്ലാറ്റ്ഫോം വരെ കയ്യേറി തിരുവനന്തപുരം നഗരത്ത് ഇവർ പല ആൾക്കാരും പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇതൊക്കെ പൊളിക്കണമെങ്കിൽ ഒരു നെഞ്ചുറപ്പുള്ള ഒരു കോർപ്പറേഷനും ഒരു നെഞ്ചുറപ്പുള്ള ഒരു മേയറും വേണം, അല്ലാതെ ഇതൊന്നും പൊളിച്ചു മാറ്റാനായിട്ട് പറ്റില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഉദാഹരണം പാളയം മാർക്കറ്റ് എടുത്ത് പറയാം നമുക്ക്. ഇവരുടെ ഭരണം CPM-ൻ്റെ ഭരണമാണ്. സംസ്ഥാനത്ത് CPM ആണ് ഭരിക്കുന്നത്, കോർപ്പറേഷനും CPM ആണ് ഭരിക്കുന്നത്. പാളയം മാർക്കറ്റിനകത്ത് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഗുണ്ടായിസം. അതായത് അതിനകത്ത് വരുന്ന ആൾക്കാർക്ക് അവിടെ ഇരുന്ന് മീൻ വിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ പച്ചക്കറി വിൽക്കണമെങ്കിലോ അവിടെയുള്ള CPM ഗുണ്ടകൾക്ക് ലവി കൊടുക്കേണ്ട സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ലവി കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? മീൻ എടുത്തുകൊണ്ട് പോകും. അതായത് 2000-3000 രൂപ വിലയുള്ള നെയ്മീനൊക്കെയാണ് അവന്മാർ എടുത്തുകൊണ്ട് പോകുന്നത്. അവരവിടെ ഇരിക്കാതിരിക്കാനായിട്ട് ബൾബ് ഇളക്കി കൊണ്ടുപോകും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല, സ്വാഭാവികമായിട്ടും അറിയില്ല. മാധ്യമങ്ങളും യുവമാരുടെ എച്ചിൽ നക്കി പട്ടികളാണ്, അതുകൊണ്ട് മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. പിന്നെ മാധ്യമങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നതെല്ലാം കമ്മി നേതാക്കന്മാരാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് മേയർ വന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അച്ചംപുച്ചം പൊളിച്ചു തുടങ്ങി. അച്ചംപുച്ചം ഇതിങ്ങനെ പൊളിച്ച് പല ഭാഗങ്ങളും പൊളിച്ച് അങ്ങനെ വലിയ രീതിയിൽ തിരുവനന്തപുരം നഗരത്തൊരു ശുദ്ധികലശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അതിന് മുമ്പ് ആ വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് വരാം. നിർമ്മിച്ചു പോയി അതുകൊണ്ട് അങ്ങ് പോകട്ടെ എന്ന് കരുതുന്ന നിലപാട് ഈ ഭരണസമിതി സ്വീകരിക്കില്ല. നിയമപരമായിട്ട് നിങ്ങൾക്ക് ഏതറ്റം വരെയും പോവാം, അതിൽ പ്രശ്നമില്ല. പക്ഷേ ഈ നാടിന്റെ സ്വത്തുവകകൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്കുണ്ട്. അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരും ഞങ്ങളൊക്കെ തന്നെ കൃത്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഒന്നാണ് നിയമകാര്യപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഞാൻ മേയറാണ്, കോർപ്പറേഷൻ മേയറാണ്. എന്താ പേരെന്താ നിങ്ങളുടെ? പ്രേമാണ് ഈ ബിൽഡിങ്ങിന്റെ കോൺട്രാക്ടർ. അപ്പോൾ എവിടെയുള്ള പ്രേം ഇപ്പം? അപ്പോൾ ആരാ ഇതിന്റെ ഓണർ? തങ്കപ്പൻ. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് കാണണമല്ലോ. ആരെല്ലാം ഉള്ളത്? അതെ, കോർപ്പറേഷനിൽ നിന്ന് ഈ നിർമ്മാണം നടത്താൻ വേണ്ടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണം നടത്താൻ വേണ്ടി തന്ന രേഖകൾ, ഇപ്പോൾ ഞങ്ങൾ സെക്രട്ടറി ഉണ്ട്, മരാമത്ത് ചെയർപേഴ്സൺ ഉണ്ട്, ഞങ്ങളുടെ എഞ്ചിനീയർമാരുണ്ട്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് എത്രയും പെട്ടെന്ന് കാണണം. എപ്പോൾ എത്തിക്കാൻ പറ്റും, എത്ര സമയത്തിൽ എത്തിക്കാൻ പറ്റും, ഞങ്ങളിവിടെ നിൽക്കുക. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഞാനിപ്പോൾ ഉദ്യോഗസ്ഥരെ കൊടുക്കാം, അവർ പറയാം. ഡോക്യുമെന്റ്സ് കണ്ടതിന് ശേഷം അത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഞാൻ കൊടുക്കാം. ഞാൻ സെക്രട്ടറിയെ കൊടുക്കാം, അദ്ദേഹം പറയാം. ഔദ്യോഗിക കാര്യം അദ്ദേഹം പറയും. ഹലോ, സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിൽ പെർമിറ്റ് വല്ലതും മേടിച്ചിട്ടുണ്ടോ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട്? ആപ്ലിക്കേഷൻ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് തുടങ്ങാൻ പാടില്ലല്ലോ. ആപ്ലിക്കേഷൻ കൊടുത്ത് സാങ്ഷൻ വയ്ക്കാൻ ശേഷം തുടങ്ങാൻ പാടില്ല. അപ്പോൾ അടിയന്തരമായിട്ട് വർക്ക് നിർത്തിവെച്ചതിന് ശേഷം അതിൻ്റെ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഹാജരാക്കുക. അതിനുശേഷം പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രം മറുപടി തുടങ്ങുക. അടിയന്തരമായിട്ട് വർക്ക് നിർത്തിവെക്കാനായിട്ട് ഇവിടെ സൂപ്പർവൈസർമാരാണ് അവർ പറയുക.
എന്നിട്ട് ഡോക്യുമെന്റ്സ് ഇന്ന് തന്നെ ഓഫീസിൽ കൊണ്ടുവരും. പൂട്ടിക്കണം, അത് പൂട്ടിക്കേ, ഇവിടെ പൂട്ടിക്കല്ലേ? ആരെവിടെ ആളില്ല? വേറെ വഴിയുണ്ടോ നോക്കിയുള്ളൂ? ആളുണ്ട്. അതാളുണ്ടോ? ഹലോ, ആളുണ്ടാ? കോപ്പറേഷൻ എന്ത് ചെയ്യണം? ഇനി അടുത്ത തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ പോലും ഇതാദ്യമായിട്ടാണ് അറിയുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്ന മറ്റൊരു വലിയ തട്ടിപ്പെന്ന് പറയുന്നത്, തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ഒരുപാട് തട്ടുകടകളായി. തട്ടുകടകളെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലും പുറത്ത് തട്ടുകടയിൽ പോയി ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എൻ്റെ കുത്തിക്കഴപ്പുകൊണ്ടായിരിക്കാം. എന്തായാലും ഈ തട്ടുകടയിൽ പോയി ഞാൻ ഭക്ഷണം കഴിക്കും. തട്ടുകടയിൽ പോയിട്ട് ദോശ, രസവട, ഓംലെറ്റ്, പപ്പടം, കുറച്ച് മറ്റേ സാധനം ഉണ്ടല്ലോ, ഉള്ളിച്ചമ്മന്തി, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഓംലേറ്റ് കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമായി. അപ്പോൾ അങ്ങനെ പോയി കഴിക്കുന്ന ഒരു 50-60 രൂപ ഇതിനകത്ത് തീരേണ്ട ഒരു കേസാണ്. പക്ഷേ ഓരോ ദിവസം കഴിഞ്ഞ് വരും തോറും ഈ തിരുവനന്തപുരം നഗരത്തിലെ ഈ തട്ടുകടകൾ ഈ 60 രൂപയുടെ സ്ഥാനത്ത് നമ്മളിപ്പോൾ ചായ കുടിക്കുമ്പോൾ പോലും 80 രൂപയാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചായക്കൊക്കെ വില കൂട്ടി. അതായത് ഈ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഈ പ്രതിഭാസം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. യവന്മാർ വില കൂട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്. ഈ ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കും എന്ന് പറയുമ്പോൾ ഇവന്മാർ 10 രൂപയുടെ ചായ 15 രൂപയാക്കും. ഹോർമൂസ് കടലെടുക്ക് അടച്ചു എന്ന് പറയുമ്പോഴേക്കും ഇവന്മാർ 15 രൂപയുടെ ചായ 18 രൂപയാക്കും. ഈ ഹോർമൂസ് കടലെടുക്ക് അടച്ചത് കൊണ്ട് ഇപ്പം ഗ്യാസ് പ്രതിസന്ധി ഉണ്ടാവും എന്ന് പറയുമ്പോൾ 18 രൂപയെ കിടന്ന ചായ ഇവന്മാർ 20 രൂപയാക്കും. അങ്ങനെയാണ് ഇവന്മാരെ കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ നാട്ടിൽ ഗ്യാസ് പ്രതിസന്ധി ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഗ്യാസ് പ്രതിസന്ധി ഇല്ല. നമ്മുടെ നാട്ടിൽ ഗ്യാസ് പ്രതിസന്ധി എന്ന് പറയുന്ന സാധനം ഇപ്പം ഇല്ല. നമ്മുടെ നാട്ടിൽ ഇനി ആ ഗ്യാസ് പ്രതിസന്ധി വരില്ല എന്നാണ് നമ്മുടെ പെട്രോളിയം മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇത് ഞാൻ വേറൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനമുണ്ട്. നമ്മുടെ നാട്ടിൽ ആഭ്യന്തരമായിട്ട് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടി എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ട 70% ഈ ഗ്യാസും നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ടോപ്പിക്ക് മാറിപ്പോകുമ്പോൾ ഒരു പ്രശ്നം ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ആഭ്യന്തരമായിട്ട് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കും? കാരണം ഈ ഗ്യാസ് എന്നൊക്കെ പറയുന്ന സാധനം ക്രൂഡ് ഓയിലിൽ നിന്ന് നമുക്ക് വരേണ്ട ഒരു സാധനമാണല്ലോ. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് വന്നാലല്ലേ ഇവിടെ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം. അപ്പം വീണ്ടും ടോപ്പിക്ക് മാറും. അതിൻ്റെ ഒരു ഉത്തരവെന്ന് പറയുന്നത്, നമ്മൾ എൽ പി ജി ആയിട്ട് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. LPG എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത്? ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ബ്യൂട്ടേൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റ് 2 മൂലകങ്ങളുണ്ട്. ഈ 2 മൂലകങ്ങളും വെച്ചിട്ടാണ് ഈ LPG ഉണ്ടാക്കുന്നത്. ഈ 2 മൂലകങ്ങളും വെച്ച് അവർ LPG ഉണ്ടാക്കി വെക്കുമ്പോൾ ആ LPGയാണ് നമ്മൾ ഖത്തറിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ക്രൂഡ് ഓയിൽ വെച്ച് നമ്മൾ ഇവിടെ LPG ഉണ്ടാക്കാൻ തുടങ്ങി. ആ LPG നമ്മൾ മേടിക്കുന്നതിന് പകരം ഇവിടെ ക്രൂഡ് ഓയിൽ നമ്മൾ എന്തായാലും ശുദ്ധീകരിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായിട്ട് ജാംനഗറൊക്കെ നമുക്കാണുള്ളത്. ആ ജാംനഗറിൽ ഇത് ശുദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ശുദ്ധീകരിക്കുന്ന കൂട്ടത്തിൽ LPG കൂടെ ഉണ്ടാക്കുകയും ചെയ്യും, സ്റ്റോർ ചെയ്യാനുള്ള സാഹചര്യവും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന വർക്കെന്ന് പറയുന്നത്. ഇത് ഗംഭീര വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനിയൊരു യുദ്ധം വന്നാലും നമുക്ക് LPGക്ക് ഒരു ഷോർട്ടേജ് വരില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കൊണ്ടെത്തിച്ചിട്ട് പോലും ഇവിടെ ചായയുടെ വില കുറഞ്ഞിട്ടില്ല. 20 രൂപയെ കിടന്ന ചായ 18 രൂപയായി. 10 രൂപ കിടന്നതാണ്. ഒരു ചായക്ക് 10 രൂപയായിരുന്നു, 18 രൂപയായി. ആ ചായ ഇപ്പോൾ 18 രൂപയിൽ വന്നിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്ത് എല്ലായിടത്തും അല്ല, പല സ്ഥലങ്ങളിലും ചായക്ക് 18 രൂപയാണെന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ വിലകളൊക്കെ നിയന്ത്രിക്കണ്ടേ? ഈ വിലകളൊക്കെ എന്താണ്, ഒന്ന് ഏകോപിപ്പിക്കണ്ടേ? വിലകളൊക്കെ നമുക്ക് ഏകോപിപ്പിക്കണമല്ലോ. ഈ തട്ടുകട എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോകുമ്പോൾ, തട്ടുകടയിൽ എന്തിനാണ് നമ്മൾ പോകുന്നത്? പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? വലിയ 5 സ്റ്റാർ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. അവിടെ റോഡിൻ്റെ സൈഡിൽ തട്ടുകട പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കും. അവർ കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളം നമ്മൾ പോകും, നമ്മൾ അവിടെ കൈ കഴുകും, നമ്മൾ തിരിച്ചു വരും, നമ്മൾ പോകും. അത് 50, 60, 70, 80 രൂപ മാക്സിമം. പക്ഷേ ഇപ്പോൾ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയൊന്നും അല്ല. ഇപ്പോൾ ദോശയ്ക്കൊക്കെ വില കൂടി, ഭയങ്കര വിലയാണ് ഈടാക്കുന്നത്. അപ്പോഴാണ് ഈ മേയർ ഒരു പരിപാടി ചെയ്യുന്നത്. അതായത് ഈ തട്ടുകട നടത്തുന്നത് 5 സ്റ്റാർ ഹോട്ടലുകാരനാണ്.
എങ്ങനെ ഇരിക്കുന്നു? കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് വിശദമായി മാതൃഭൂമി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മാതൃഭൂമിയെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്തായിരുന്നാലും തിരുവനന്തപുരത്ത് തട്ടുകടകൾക്ക് പിന്നിൽ വൻ റാക്കറ്റ്, പണമെത്തുന്നത് വൻകിട ഹോട്ടലുകളുടെ അക്കൗണ്ടിൽ. എങ്ങനെ ഇരിക്കുന്നു? അതായത് നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾക്ക് പിന്നിൽ വൻ റാക്കറ്റ് എന്ന് കണ്ടെത്തൽ. സാധാരണക്കാരെ മറയാക്കി വൻകിട ഹോട്ടലുകളാണ് പലയിടങ്ങളിലായി ചെയിൻ മാതൃകയിൽ തട്ടുകടകൾ നടത്തുന്നതെന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കുറവൻകോണം ഭാഗത്തുൾപ്പെടെ അനധികൃത കടകൾ പോലീസ് ഒഴിപ്പിച്ചിരുന്നു. അതേസമയം ചിലയിടങ്ങളിൽ ഇത്തരം കടകൾ തിരികെ വരുന്നുണ്ട്. നടപടികൾ ശക്തമായി തുടരാനാണ് അധികൃതരുടെ തീരുമാനം. കുറവൻകോണം മേഖലയിൽ നടത്തിയ പരിശോധനയിൽ കേവലം ഒരാൾ മാത്രമാണ് കച്ചവടം നടത്താനുള്ള ലൈസൻസ് ഉള്ളത്. അവിടെ വാഹനങ്ങളിലും മറ്റും കാലങ്ങളായി കച്ചവടം നടത്തിയിരുന്നവർ അനധികൃതമായി പ്രവർത്തിച്ചിരിക്കുന്നതാണ്. ഇതിൽ പലരുടെയും UPA അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഇടപാടുകളുടെ കണക്കാണ് കണ്ടത്. ഇതെല്ലാം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വൻകിട ഹോട്ടലുകളുടെ അക്കൗണ്ടുകളിലുമായിരുന്നു. അതായത് വൻകിടക്കാരുടെ കയ്യേറ്റമാണ് അവിടെ നടന്നിരിക്കുന്നത്. നേരത്തെ റോഡുകളിൽ വീതി ഉണ്ടായിരുന്ന സ്ഥലത്ത് നിയമപ്രകാരം തട്ടുകടകൾ നടത്തിയിട്ടുള്ളവരുണ്ടായിരുന്നു. വിവിധ സർക്കാർ പദ്ധതികൾ പ്രകാരം ധനസഹായം ലഭിച്ചും അല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ഉപജീവന മാർഗ്ഗമെന്ന നിലയിലുള്ള ഇത്തരം സംരംഭങ്ങൾ. എന്നാൽ അടുത്ത കാലത്തും ഇത്തരം സാധാരണക്കാരുടെ മറവിൽ പലയിടത്തും വൻകിട ഹോട്ടൽ ഉടമകൾ കയ്യേറ്റം നടത്തുകയായിരുന്നു. ഭക്ഷണത്തിനും വൻതോതിൽ വില ഉയർന്നു. പലപ്പോഴും ഇവയുടെ ഗുണനിലവാരം പരിശോധനയിലോ വില നിർണ്ണയമോ നടക്കുന്നില്ല. ഹോട്ടലിൽ നേരിട്ട് വിൽക്കുന്നതിനേക്കാൾ ഉയർന്ന വിലയാണ് പലയിടത്തും ഈടാക്കുന്നത്. പല തട്ടുകടകളിലും ഭക്ഷണം എത്തിക്കുന്നത് വൻ ഹോട്ടലുകളിൽ നിന്നാണ്. ഒരേ ഗ്രൂപ്പുകൾ തന്നെ പലയിടത്തായി തട്ടുകടകളുണ്ട്. ഒരേ സ്ഥലത്ത് പാചകം ചെയ്ത വാഹനങ്ങളിൽ എത്തിച്ചാണ് വിൽപ്പന. വഴയക്കാട്, പാളയം, യൂണിവേഴ്സിറ്റി കോളേജ് മുൻവശം, മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുൻവശം, പരുത്തിപ്പാറ, കാര്യവട്ടം ക്യാമ്പസിന് സമീപം തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപകമായി അനധികൃത തട്ടുകടകൾ പ്രവർത്തിച്ചിരിക്കുന്നു. ഒരു വർഷം മുമ്പ് പോലീസ് തട്ടുകടകൾ ഒഴിപ്പിച്ചു. എന്നാൽ ചില രാഷ്ട്രീയക്കാരുടെ മറ്റും പിന്തുണയോടെ പലരും വീണ്ടും പ്രവർത്തനം തുടങ്ങി. ഇതോടെയാണ് വീണ്ടും നടപടികൾ ശക്തമാക്കിയത്. എന്തായാലും പല തട്ടുകടകളും വൻകിടക്കാരാണ് നടത്തുന്നതെന്ന് ബോധ്യമായിട്ടുണ്ട്. നിയമപരമായി കച്ചവടം നടത്താൻ കഴിയുന്ന സ്ഥലങ്ങൾ ഉടൻ തന്നെ നിശ്ചയിക്കും. അനധികൃത തട്ടുകടകൾ പോലീസിൻ്റെ സഹായത്തോടെ നീക്കുന്നത് തുടരും എന്നാണ് തിരുവനന്തപുരം മേയർ പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരം മേയർ അത് ചെയ്യണ്ടേ? തിരുവനന്തപുരം മേയർ അത് ചെയ്യാൻ പോകുമ്പം യുവമാർ ഇപ്പുറത്ത് കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്താണ്? അവിടെയാണ് രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറയുന്നത്. അതായത് ഈ തട്ടുകടക്കാരന്മാർ, ഈ വൻകിട ഹോട്ടലുകാരന്മാരാണല്ലോ തട്ടുകട ഇടുന്നത്. തട്ടുകട ഇട്ടിട്ട് അവന്മാർ UPA ആണല്ലോ കൊടുക്കുന്നത്. ഈ UPA ഈ തട്ടുകടകളിൽ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ കനത്തിൽ ഈ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ഇടപെടലിൻ്റെ രാഷ്ട്രീയക്കാരൻ്റെ ആ പോക്കറ്റിലോട്ട് കനത്തിൽ നോട്ട് കെട്ട് വന്ന് വീഴുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആ നോട്ട് കെട്ട് വന്ന് വീഴുന്നത് കൊണ്ടാണ് ഇവൻ കൂട് തുറന്നിറങ്ങി മേയറുടെ പല കാര്യങ്ങളും കാണുമ്പം കുരയ്ക്കുന്നത്. അതാണ് സംഭവം എന്ന് പറയുന്നത്. പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ് സംഭവം എന്ന് പറയുന്നത്. ഞങ്ങൾ മുതലാളിത്തത്തിനെതിരാണ് എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അവൻ്റെ തലയിരിക്കുന്ന മുതലാളിയുടെ കശത്തിൻ്റെ ഇടയിലാണ് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതുകൊണ്ട് മേയറുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിപ്പിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ്. പണ്ട് അതൊന്നും ഒഴിപ്പിച്ചിരുന്നില്ല. ഇപ്പം നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, അത് ഒരു മാധ്യമങ്ങൾ പോലും വാർത്തയാക്കിയിട്ടില്ലല്ലോ. ഒരു മാധ്യമങ്ങൾ പോലും തുറന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എന്താ സംഭവം? ഒന്ന് ആലോചിച്ച് നോക്ക്. സംഭവം ഇത്തവണ തിരുവനന്തപുരത്ത് മഴ പെയ്തപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളം പൊങ്ങിയില്ല. തമ്പാനൂരും വെള്ളം പൊങ്ങിയില്ല, കിഴക്കേക്കോട്ടയം വെള്ളം പൊങ്ങിയില്ല, പാളയത്തും പൊങ്ങിയില്ല, ഒരിടത്തും വെള്ളം പൊങ്ങിയില്ല. ഈ വെള്ളം പൊങ്ങാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഒരു മാധ്യമങ്ങളും മിണ്ടിയില്ല. അതാണ് പറയുന്നത്. യവന്മാരൊക്കെ ഈ മുതലാളിത്തത്തിൻ്റെ പ്രവർത്തിക്കുന്ന ലവന്മാരുണ്ടല്ലോ, അവന്മാരുടെ എച്ചിൽ നോക്കി പട്ടികളാണ് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് യവന്മാർ മിണ്ടത്തില്ല. അത് വെള്ളം പൊങ്ങിക്കഴിയുമ്പം നമ്മുടെ ഈ മാപ്രകളൊക്കെ വിളിച്ചിട്ട് കാണുന്നില്ലേ വെള്ളം പൊങ്ങിയിരിക്കുന്നത്, എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഈ ഒരുമാതിരി പട്ടിഷോ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, പട്ടിഷോ. ഇതാണ് യവന്മാർക്ക് അറിയാമല്ലോ. ഇതാണ് യവന്മാർക്ക് അറിയാവുന്നത്. അല്ലെങ്കിൽ ആ വെള്ളം പൊങ്ങിയില്ല, അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അതും നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടേ എന്ന് പറഞ്ഞ് അതൊന്നും എടുക്കുന്ന ഒരു സെറ്റപ്പില്ല. യവന്മാർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട യവന്മാർ ആദ്യം ഛർദ്ദിക്കും. എന്നിട്ട് ആ ഛർദ്ദിച്ചത് നമ്മളത് വാരി തിന്നാൻ പറയും. ഇതാണ് യവന്മാരുടെ സെറ്റപ്പ്. അത് നമ്മൾ വാരി തിന്നാതെ ചോദ്യം ചെയ്താൽ ഉടനെ യവന്മാർ എന്ത് പറയും? മറ്റവനാണ്, മറിച്ചവനാണ്, വർഗീയവാദിയാണ്, മറ്റേ ജാതിയാണ്, മറ്റേ മതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യവന്മാർ തന്നെ നമ്മുടെ തലയിൽ വിഷം കുത്തി വയ്ക്കുന്ന സെറ്റപ്പാണ് യവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അഴുക്ക അലവലാദികളാണ്. പറയാതിരിക്കുക യാതൊരു നിർവാഹമില്ല. അപ്പോൾ ശരി.